അന്തർ സംസ്ഥാന ദീർഘദൂര ബസ്സുകളിൽ സർവീസ് നടത്ത സംബന്ധിച്ച കാര്യത്തിൽ ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധനയാണ് ഇന്നും നടക്കുന്നത് അന്തർ സംസ്ഥാന ബസിന്റെ സർവീസുകളുമായി ബന്ധപ്പെട്ട്. പല ബസ്സുകളിലും വലിയ ക്രമക്കേടുകളടക്കം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കല്ലട സുരേഷ് ബസ്സിലെ യാത്രക്കാർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട യോഗം വിളിച്ചിരിക്കുന്നത്? ഇത്തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി അടക്കമുള്ള തീരുമാനങ്ങളിലേക്കാകുമോ യോഗം പോവുക? ലെസ്ലി, കേൾക്കാമോ? അതായത് ലെസ്ലി, ഇന്നടക്കം വലിയ രീതിയിലുള്ള പരിശോധനയാണ് അന്തർ സംസ്ഥാന ബസ്സുകളിൽ നടക്കുന്നത്. വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കല്ലട സുരേഷ് ബസ്സിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ. ഈ സാഹചര്യത്തിലാണോ വളരെ വേഗത്തിൽ ഇത്തരത്തിലൊരു യോഗം വിളിക്കാൻ തീരുമാനമായിരിക്കുന്നത്? ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാവുമോ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വരിക? ലെസ്ലിയുമായുള്ള ടെലിഫോൺ ബന്ധം കട്ടായിരിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ഗതാഗത മന്ത്രി, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പരിശോധന അന്തർ സംസ്ഥാന ബസ്സുകളിൽ നടക്കുകയാണ്. വലിയ ക്രമക്കേടുകളാണ് ഈ ബസ്സുകളിലെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 150ഓളം ബസ്സുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ അന്തർ സംസ്ഥാന സർവീസുകൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഗതാഗത മന്ത്രി, മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഈ അന്തർ സംസ്ഥാന സർവീസുകളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലെസ്ലി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ലെസ്ലി, കേൾക്കാമോ? മനു, യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം നടക്കുന്നത്. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ സംബന്ധിച്ച വിഷയത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച വിഷയത്തിലാണ് യോഗം ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഉള്ള പോലീസും ഒപ്പം തന്നെ ഗതാഗത വകുപ്പും നേരിടുന്ന ഏറ്റവും വലിയ വിഷമമേറിയ ഒരു വിഷയം ആണ് ഇന്നത്തെ ചർച്ചാ വിഷയമായി വരുന്നത്. കാരണം പല അന്തർ സംസ്ഥാന ബസ്സുകളുടെയും രജിസ്ട്രേഷൻ മറ്റു സംസ്ഥാനങ്ങളിലാണ് നടത്തിയിരിക്കുന്നത്. അത്തരം രജിസ്ട്രേഷനിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ, ബസ്സുകൾക്കെതിരെ ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പരിശോധനകൾ കാര്യമായി തന്നെ സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. 300 ബസ്സുകളിലാണ് അനധികൃതമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പാഴ്സൽ സർവീസ് അടക്കം ഇത്തരം സർവീസുകളിൽ നടത്തുന്നു എന്നുള്ളതാണ് കണ്ടെത്തലിൽ പ്രധാനമായും ഉള്ളത്. ഇതിൽ 119 ബസ് സർവീസുകൾ പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രമായാണ് നടത്തുന്നത്. എന്തായാലും യോഗം നടത്തുന്നുണ്ട്. 46 അനധികൃത ബുക്കിംഗ് ഓഫീസുകൾക്കെതിരെയും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 2,30,000 രൂപയാണ് ഇത് സംബന്ധിച്ച വിഷയങ്ങളിൽ വിവിധ വകുപ്പുകൾ പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇതിനുശേഷം യോഗത്തിന് ശേഷം മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും ഭാവി നടപടികൾ ഏതു വിധത്തിലായിരിക്കുമെന്നുള്ളത് സംബന്ധിച്ച വിശദമായ ഒരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. തീർച്ചയായും ലെസ്ലി, പ്രധാനമായും വ്യാപക ക്രമക്കേടുകളാണ് ഈ അന്തർ സംസ്ഥാന സർവീസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ സർവീസുകൾ സംബന്ധിച്ച്, അതിന്റെ തുടർച്ച സംബന്ധിച്ച് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് പോവുക തന്നെയായിരിക്കുമോ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും തീരുമാനമാവുക? ഇനി ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പെർമിറ്റ് റദ്ദാക്കുന്നതിനപ്പുറത്തേക്കുള്ള മറ്റ് കർശന നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള തീരുമാനമാണോ പ്രധാനമായും ഉണ്ടാകാൻ പോവുക? അത്തരത്തിലുള്ള സൂചനകളാണോ നമുക്ക് ലഭ്യമാകുന്നത്? തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പെർമിറ്റുകൾ റദ്ദാക്കുക എന്നതിലപ്പുറം നിലവിൽ നിയമപരമായി മോട്ടോർ വാഹന വകുപ്പിന് മറ്റു നടപടികളിലേക്ക് കൈക്കൊള്ളാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പിഴ ചുമത്തിക്കൊണ്ട് ഇത് പുനഃസ്ഥാപിക്കാനുള്ള നിയമപരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന നടപടികൾ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഇപ്പോഴത്തെ സ്ഥിതി നിയമപരമായി കഴിയുന്നില്ല എന്നുള്ളതാണ് വകുപ്പുകളെ ആശങ്കയിലാക്കുന്നത്. പോലീസ് ഏത് വിധേന ഈ വിഷയങ്ങളിൽ ഇടപെടണം, ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം പിഴ ചുമത്താം എന്നുള്ളത് സംബന്ധിച്ച വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം
അന്തർ സംസ്ഥാന വാഹനങ്ങളിൽ അനധികൃതമായ കടത്തൽ നടത്തുകയാണെങ്കിൽ മാത്രമേ പോലീസിന് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ. പെർമിറ്റും ലൈസൻസും എല്ലാം കൃത്യമായി നേടുകയും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിരക്ഷകളെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലീസിന് ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ചില തടസ്സങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെല്ലാം തരത്തിൽ നടപടികൾ സ്വീകരിക്കാമെന്നത് സംബന്ധിച്ച ഒരു കാര്യമായിരിക്കും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിശദീകരിക്കുക. ഏതെല്ലാം തരത്തിൽ പോലീസിന് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ന് മന്ത്രിയോട് വിശദീകരണം നൽകും. ഈ വിശദീകരണത്തിന് പുറമെ ഏതെല്ലാം തരത്തിൽ നിയമ നടപടികളുമായി പോലീസിന് മുൻപോട്ട് പോകാം എന്നോ മോട്ടോർ വാഹന വകുപ്പുമായി ഒത്തുചേർന്ന് ഏതെല്ലാം നടപടികളുമായി മുൻപോട്ട് പോകാം എന്നുള്ളത് സംബന്ധിച്ച തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ബസ് സർവീസ് ബുക്കിംഗ് സ്റ്റേഷനുകൾക്കെല്ലാം തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തോടൊപ്പം തന്നെ രാവിലെ തന്നെ വീണ്ടും പരിശോധനകളും മറ്റ് സംബന്ധമായ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഇന്നും രംഗത്തുണ്ട്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് 300 ബസ്സുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 119 എണ്ണം പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് നടപടി ശക്തമായ രീതിയിലേക്ക് മുൻപോട്ട് പോകാൻ ഇതുവരെ ആയിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ സമാന്തരമായ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് സമാന്തരമായി KSRTCയെ കൊണ്ട് പരമാവധി ഇത്തരം സർവീസുകൾ നടത്തിക്കുക എന്നുള്ള കാര്യവും ഗതാഗത വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ ഇറക്കിക്കൊണ്ട് ഗതാഗത വകുപ്പ് KSRTCക്ക് ഇത്തരത്തിലൊരു അവസരം നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ അന്തർ സംസ്ഥാന ബസ് സർവീസുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാക്കും ഗതാഗത വകുപ്പ് ഇന്ന് കൈക്കൊള്ളുക. ശരി, ലെസ്ലിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അന്തർ സംസ്ഥാന ബസ് സർവീസുകളുടെ കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, DGP അടക്കമുള്ള മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. വ്യാപക ക്രമക്കേടുകൾ അതായത് പരിശോധനകളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്.